ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് ആ യാത്രക്ക് ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട രേഖകൾ തന്നെയായിരിക്കും. ഇപ്പോൾ പരീക്ഷക്ക് പോകുന്നൊരു കുട്ടിയാണെങ്കിൽ എല്ലാം മറന്നാലും അവൻ ഹാൾ ടിക്കറ്റ് മറക്കാതിരിക്കാൻ പ്രത്യേകമായ ഒരു ശ്രദ്ധയും ജാഗ്രതയും അവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഇന്റർവ്യൂവിന് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥി അവന്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും എടുത്തു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളത്. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. ഒരു വിദേശയാത്രക്ക് പോകുന്ന ആളാണെങ്കിൽ എന്തെല്ലാം മറന്നാലും അവസാനം ഇറങ്ങുന്ന സമയത്ത് വീട്ടുകാർ ചോദിക്കും, പാസ്പോർട്ട് ടിക്കറ്റും എടുത്തില്ലേ എന്ന് ചോദിക്കാറുണ്ട്. കാരണം മറ്റൊരു ലഗേജും ഇല്ലെങ്കിലും ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അവന് അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു പക്ഷേ സാധിച്ചേക്കാം. അങ്ങനെയാണ് ഏത് കാര്യം. ഇന്നലെ നമ്മളെല്ലാവരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളിൽ വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി ബൂത്തുകളിൽ എത്തിയവരാണ്. അവിടെയും പ്രധാനമായി നമ്മളോട് ചോദിക്കപ്പെട്ടിരുന്നത് ID പ്രൂഫുകളാണ്. അത് കയ്യിലെടുത്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവിടെ കയറി ചെല്ലുമ്പോഴും ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നിത്യേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതവും ഒരു നീളമുള്ള യാത്രയാണ്, അഥവാ പരലോകത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അതിലേക്കുള്ള പാഥേയമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പല ആളുകളും പരലോകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ തമാശയോടുകൂടി പറയും, ജീവിച്ചിട്ടല്ലേ മരിക്കുക, മരിച്ചിട്ടല്ലേ ഖബർ കഴിഞ്ഞിട്ടല്ലേ വിചാരണ, ഇപ്പൊ നമ്മൾ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് തമാശയായി പറയാറുണ്ട്. അത് സൈദ്ധാന്തികമായി അവതരിപ്പിക്കുന്ന ആളുകളുമുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ഈ ജീവിതത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ, ഭൂമിയുടെ അപ്പുറത്തുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ, ഈ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് സൈദ്ധാന്തികമായി ചോദിച്ച് കളിയാക്കുന്ന ആളുകൾ നമുക്കിടയിലൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഖബർ പരലോകം എന്നൊക്കെ പറയുന്നത് വളരെ വിദൂരത്താണ് എന്ന ഒരു ധാരണ വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വാട്സപ്പിന്റെ യുഗമാണ്. വാട്സപ്പിൽ ഒരു ദിവസം മിനിമം ഒരു മരണ വാർത്തയെങ്കിലും വരാത്ത ഗ്രൂപ്പുകൾ കുറവായിരിക്കണം. അവിടെയൊക്കെ നമ്മൾ ഇന്നാലില്ലാഹി റാജിഊൻ എന്ന സ്റ്റിക്കറും നമ്മൾ ഇടാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ ഒരു ബോധ്യം, എല്ലാവരും മരിക്കും, അതിന് പ്രാർത്ഥിക്കാനും അതിന് സ്റ്റിക്കർ ഇടാനും അതിന് മെസ്സേജ് അയക്കാനും ഞാനുണ്ടാകുമെന്ന്, ഞാൻ മരിക്കും എനിക്ക് മറ്റുള്ളവർ മെസ്സേജ് അയക്കും എന്ന് പലപ്പോഴും ചിന്തിക്കാൻ നമ്മുടെ മനസ്സ് പ്രാപ്തമാവാറില്ല എന്നതാണ് ഒരു വസ്തുത. ഞാൻ പറയുന്നത്, ആ പരലോകം ഖബർ എന്നൊക്കെ പറയുന്നത് വളരെ വിദൂരത്താണ് എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ടതില്ല. അതിലേക്ക് അധികം ദൂരമില്ല. ഈ തെരഞ്ഞെടുപ്പ്, ഈ വാശിയേറിയ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ തന്നെ നമ്മൾ ഇങ്ങനെ പത്രം വായിച്ചു പോകുമ്പോൾ വാർത്തകൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു സ്ഥാനാർത്ഥി മരിച്ചു, അത് കഴിഞ്ഞ് വേറൊരു സ്ഥാനാർത്ഥി മരിച്ചു, അത് കഴിഞ്ഞ് വീണ്ടും വേറൊരു സ്ഥാനാർത്ഥി മരിച്ചു. ചിലർ ആക്സിഡന്റിലാണ്, ചെറുത് ഹൃദയാഘാതം ഉണ്ടായിക്കൊണ്ടാണ്. ഇന്നലെ വോട്ട് ചെയ്ത് ഭർത്താവിന്റെ കൂടെ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ഒരു സഹോദരിയുടെ മരണവാർത്ത വന്നതായി ഓൺലൈനിൽ കാണാൻ സാധിച്ചു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ എത്രയധികം സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ അവിടെ കയറിയ സമയത്ത് ഒരാളെ കണ്ടു. അപ്പൊ എന്താ അവിടെ നിൽക്കുന്ന ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത്, ഇന്ന് വൈകുന്നേരം വരെ വളരെ സജീവമായി ഞങ്ങളുടെ ഇടയിൽ ഓടി നടന്നിരുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു അപകടത്തിൽപ്പെട്ടുവെന്ന്. അദ്ദേഹം ഇപ്പോൾ വളരെ വെന്റിലേഷനിൽ പോകുന്ന സാഹചര്യത്തിലാണുള്ളത്, അദ്ദേഹത്തെയും കൊണ്ടുവന്നതാണ് എന്നാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് എത്രയും പെട്ടെന്ന് വേഗത്തിൽ നമ്മൾ ഇവിടുന്ന് പോകാം എന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരുടെ മനസ്സിലുണ്ടാകുന്ന നാളത്തെ റിസൾട്ട് എന്താവുമെന്നാണ്. കൂടുതൽ അതിൽ എത്രത്തോളം ആളുകൾ ഇടപെട്ടിട്ടുണ്ടോ ആ ഇടപെട്ടതിനനുസരിച്ച് വല്ലാത്ത ആദ്യം ഉണ്ടാകുന്നു. ഇന്ന് നാളത്തെ ആ ഒരു സമയമായാൽ മതിയായിരുന്നു എന്ന് ഒരു പോളിംഗ് ഏജന്റ് പറഞ്ഞത്, ഈ പെട്ടി ഏതായാലും സീൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ തന്നെ റിസൾട്ട് ഒന്ന് വെക്കിയാൽ നിങ്ങൾക്ക് അത് അറിയായിരുന്നു എന്നാണ്.
അതായത് എനിക്ക് അറിയാലോ, ശരിയാണ് പറഞ്ഞത്, പക്ഷെ അറിയാനുള്ളൊരു ആദിയാണ് ആ പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനേക്കാളും വലിയൊരു ആദി ഒരു വിശ്വാസിക്ക് വേണ്ടത്, ഇപ്പൊ ഞാൻ കണ്ണടച്ചാൽ, എന്റെ ഹൃദയം നിലച്ചു പോയാൽ, എന്നെ ഈ പള്ളിയിൽ കൊണ്ടുവന്ന് നമസ്കരിച്ച് ആ കബറിൽ ഇറക്കി വെച്ചാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? എങ്ങനെയാണ് ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ ഹാജരാവുക? അതിനുള്ള പാതയം എന്റെ അടുക്കൽ എന്തുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ആലോചന ഏത് തിരക്കിനിടയിലും ഒരു വിശ്വാസിക്ക് വളരെ പ്രധാനമാണ് എന്നതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെല്ലാം അല്ലാഹു വിഭവങ്ങൾ നൽകിയിട്ടുണ്ടോ ആ വിഭവങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആഖിറത്താകുന്ന യഥാർത്ഥ ഭവനത്തെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഭവനം. വല്ലാഖിറത്തു ഖൈറുൻ വഅബ്ഖാ, ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതുമായ ഇത് പരലോകമാകുന്നു. അവിടെ ഹൃദയാഘാതമില്ല, അവിടെ ആക്സിഡന്റുകളില്ല, അവിടെ തളർച്ചയില്ല, അവിടെ ക്ഷീണമില്ല, പെട്ടെന്ന് മരിച്ചു എന്ന വാർത്ത വരില്ല. കാരണം പിന്നീട് മരണമില്ലാത്ത ജീവിതമാണ് പരലോകം എന്ന് പറയുന്നത്. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, രണ്ടിലൊന്നിൽ ജീവിച്ചേ പറ്റൂ. നാളെ പരലോകത്ത് നരകത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് അവർക്ക് ജീവിതവുമില്ല മരണമല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ്. എന്നാൽ പരലോകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദുനിയാവിനെ മറക്കണ്ട. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനം, നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം, അതൊന്നും നിങ്ങൾ മറക്കേണ്ടതില്ല. പക്ഷേ ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഓർമ്മിക്കേണ്ടത് പരലോകത്തെ കുറിച്ച് തന്നെയായിരിക്കണമെന്ന്. അപ്പൊ ആഖിറത്തിലേക്കുള്ള പാഥേയം ഒരുക്കാൻ നമ്മൾ എന്തുവേണം? അതിൽ നമ്മൾ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഈമാൻ സംരക്ഷിച്ചു നിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈമാൻ എത്ര വലിയവനാണെങ്കിലും അതിങ്ങനെ വർദ്ധിക്കും ചെയ്യും, അതിങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും ചെയ്യും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഒരു സന്ദർഭം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, മരണശേഷം എങ്ങനെയാണ് രണ്ടാമത് എഴുന്നേറ്റ് വരിക എന്ന് ചോദിക്കുന്നത് ആരറിയും? ഒരു നിഷേധിയല്ല, ഒരു സംശയാലുമല്ല. ഇബ്രാഹിം നബി അള്ളാഹിനോട് ചോദിക്കും, എങ്ങനെയാ പടച്ചവൻ എങ്ങനെ എഴുന്നേറ്റ് വരിക? കാലവനം തുമ്മിൻ. അപ്പൊ അള്ളാഹ് ചോദിക്ക, എന്താ ഇബ്രാഹിം, നിനക്കെന്താ ഈമാനില്ലേ, വിശ്വാസല്ലേ? അപ്പൊ ഇബ്രാഹിം നബി പറയുന്ന വാക്ക് അലബല, വിശ്വാസം കണ്ടു പടച്ചവനെ, പിന്നെന്തിനാ ഞാൻ ചോദിക്കുന്നത് അറിയോ? എന്റെ ഹൃദയത്തിന് ഒരു സമാധാനം കിട്ടാനാണ്, ഉറപ്പ് കിട്ടാനാണ്, എന്നാലും കൊണ്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ അവരൊക്കെ അങ്ങനെ ഉറപ്പിക്കൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ വലിയ പ്രവാചകനാണ്, എനിക്ക് ഞാൻ തെറ്റൂല എന്ന നിലക്കല്ല, അവരതിന് സന്നദ്ധമായിരുന്നു എന്നാണ്. ആയത്തോതി കേട്ടാൽ അവർക്ക് ഈമാൻ വർദ്ധിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അത് വർദ്ധിക്കും ചുരുങ്ങും ചെയ്യുന്ന സാധനമാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ബോധ്യം വേണം. നമ്മളൊക്കെ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ പോകാൻ റെഡിയാണ്, ഇനി നമുക്കൊരു പ്രശ്നമില്ല എന്ന രീതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയാണോ ചുരുങ്ങുകയാണോ എന്നറിയാൻ ആയത്ത് കേൾക്കുമ്പോ, ഹദീസ് കേൾക്കുമ്പോ, ദീന് കേൾക്കുമ്പോ, മതപരമായ ഉത്ബോധനം കേൾക്കുമ്പോ, ഉപദേശം കേൾക്കുമ്പോ, അതിന്റെ സംസാരങ്ങൾ കേൾക്കുമ്പോ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മുടെ മനസ്സ് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. അതിന് നമ്മുടെ ഈമാനികമായ നിലവാരം നമുക്ക് അറിയാൻ കഴിയുമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ ഓതി വെച്ച ആയത്തിലേക്ക് ഒന്ന് നോക്കൂ നിങ്ങൾ. وَإِذَا مَا أُنْزِلَتْ سُورَةٌ فَمِنْهُمْ مَنْ يَقُولُ أَيُّكُمْ زَادَتْهُ هَٰذِهِ إِيمَانًا وَإِذَا مَا أُنْزِلَتْ سُورَةٌ, ഈ സൂറത്ത് അവർക്ക് ഇറക്കി കൊടുത്തപ്പോൾ ഫമിൻഹും, അവരിൽ നിന്ന് മൻ യഖൂലു, ചില ആളുകൾ ചോദിച്ചു, അയ്യുക്കും സാദത്തുഹു ഹാദിഹി ഈമാന, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നിങ്ങളിൽ ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത്? അവരിൽ ചില ആളുകൾ ചോദിച്ചു എന്നാണ്. സഹാബികൾക്കിടയിൽ ആൾക്കാർ ചോദിക്കണത്, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് ആർക്ക് ഈമാൻ വർദ്ധിച്ചോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഖുർആൻ പറയാം, അമ്മല്ലദീന ആമനു, അറിയുക വിശ്വാസികൾ, ഫസാദത്തുഹും ഈമാനം വഹും യസ്തബ്ശിറൂൻ, വിശ്വാസികളാണെങ്കിൽ ഓരോ ആയത്തിറങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഫസാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും, അവർക്ക് സന്തോഷ വാർത്തയുമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നാൽ ഹൃദയത്തിനൊരു പ്രത്യേകതരം ഒരു അസുഖമുള്ള ആൾക്കാരാണെങ്കിലോ ഈ വിശ്വാസത്തിൽ ഇങ്ങനെ കിടന്ന് മറിയത് ശരിയാണോ? അതൊക്കെ ശരിയാണോ? കുറെ അലങ്കാരമായിട്ട് പറഞ്ഞതല്ലേ, ആലങ്കാരികമായി പറഞ്ഞു. ഇപ്പൊ അടുത്തൊരാള് പറഞ്ഞത് അങ്ങനെ ഈ സ്വർഗം നരകമൊക്കെ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ഈ പറയണ മാതിരി ഒന്നും ഉണ്ടാവില്ല. കാരണം പടച്ചോ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാരുണ്യവാനാണ്. ആ കാരുണ്യവാനായ പടച്ചോ അത്ര തീരിട്ട് മനുഷ്യന്മാരെ പിന്നെ കരിക്കാനൊന്നും സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ആശ്വാസത്തിന് പറയണേ, ചെയ്യുന്ന തിന്മയൊക്കെ ചെയ്ത് ജീവിച്ചു പോകണം.
അപ്പൊ പിന്നെ ഈ നരകവും സ്വർഗവും ഇങ്ങനെ കേൾക്കുമ്പോ ഒരു ബേജാറാകുക. അപ്പൊ അതിന് മനസ്സിനോട് ഉണ്ടാക്കുന്ന ഒരു ആശയമാണെന്ത്, അതൊക്കെ പഠിച്ചോ ആലങ്കാരികമായിട്ട് പറഞ്ഞതാകും. അങ്ങനെയുള്ള രോഗമുള്ള ആൾക്കാരുടെ സ്വഭാവം ആയത്ത് കേട്ട എന്തായിരിക്കും അറിയോ? അവരുടെ ഹൃദയത്തിൽ രോഗമുള്ളവരാണെങ്കിൽ അവരുടെ മനസ്സിലുള്ള മ്ലേച്ഛതകൾ, മാലിന്യങ്ങൾ അതാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതാണ് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. മ്ലേച്ഛത, മാലിന്യം, അത് മാലിന്യം കൂടുതൽ കൂടുതൽ ഇങ്ങനെ വർദ്ധിക്കുകയാണ് അവർക്ക് ചെയ്യാം. അവർ മരിച്ചു പോവുക, അവസാനം നിഷേധികളായിട്ടായിരിക്കും എന്ന് വിശുദ്ധ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതായത് ഖുർആനുകൾ കേട്ടുകഴിഞ്ഞാല് അവർക്ക് എന്തല്ല ഉണ്ടാകുക, ഈമാൻ അല്ല വർദ്ധിക്കുക, അവർക്ക് നിഷേധം വർദ്ധിക്കുക ചെയ്യും. ഇതൊക്കെ വെറുതെ പറയണം, ഇതൊക്കെ വെറുതെ പറയണം എന്ന് പറഞ്ഞുള്ളതും കൂടി നിഷേധിക്കുന്ന സ്വഭാവത്തേക്കാണ് എന്ത് ചെയ്യുക, അവസാനം അവർ പിന്നെ നിഷേധികളായിട്ട് മരണപ്പെട്ടു പോകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ ഈമാന, നിശ്ചയമായി ഈമാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ കുടികൊള്ളുന്ന ആ ഈമാൻ ഉണ്ടല്ലോ, അത് നുരുമ്പിക്കൊണ്ടിരിക്കും. മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു. ഇതുപോലെ നിങ്ങളുടെ വസ്ത്രം നുരുമ്പുന്നത് പോലെ 2 വർഷം മുമ്പ് എടുത്ത ഡ്രസ്സ് ഇപ്പോൾ അതിന് ഒരുപാട് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഈമാൻ നുരുമ്പിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തു ചെയ്യണം? നിങ്ങൾ അല്ലാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കണം. എന്തിനു വേണ്ടി? നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനിനെ ഇങ്ങനെ പുതുക്കാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് എപ്പോഴും തേടിക്കൊണ്ടേയിരിക്കണമെന്നാണ്. എന്നാൽ എന്റെ ഈമാൻ ചുരുങ്ങുന്നുണ്ടോ, കുറയുന്നുണ്ടോ എന്നുള്ള ഒരു ജാഗ്രത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉണ്ടാകണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രവർത്തിക്കലും അവൻ വിരോധിച്ചത് വെടിയലുമാണ് യഥാർത്ഥത്തിൽ ഈമാനിന്റെ താല്പര്യം എന്ന് പറയുന്നത്. ഒരാൾക്ക് ഈമാൻ ഉണ്ടോ എന്ന് മനസ്സിലാകൽ എങ്ങനെയാണ്? അതിങ്ങനെ ചുഴിഞ്ഞു നോക്കിയാൽ കിട്ടൂല. മറിച്ച് അയാളുടെ വാക്ക്, അയാളുടെ പ്രവൃത്തി അത് അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുന്നുണ്ടോ, വിരോധിച്ചത് വിട്ടുക്കുന്നുണ്ടോ നോക്കുമ്പോഴാണ്, അത് അളക്കുമ്പോഴാണ് അയാൾക്ക് ഈമാൻ ഉണ്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക കൃത്യമായിട്ട് മനസ്സിലാക്കുക. പലപ്പോഴും നമ്മൾ ആളുകൾക്കിടയിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുവട്ടത്തിനും നമ്മുടെ താല്പര്യത്തിനും നമ്മുടെ ഒരു പരിസരത്തിനും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും ഒക്കെ പറ്റുന്ന കാര്യങ്ങൾ മതത്തിൽ ഏതൊക്കെയാണോ ഉള്ളത് അതിന്റെ ഭയങ്കര അംബാസിഡർമാരായിട്ട് നമ്മൾ മാറും. അത് ഭയങ്കര സംഭവമാണ്, ദീന് പറഞ്ഞ ഭയങ്കര കാര്യമാണ് എന്ന് പറയും. എന്നാൽ നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ സാമൂഹ്യമായിട്ടോ രാഷ്ട്രീയമായിട്ടോ താല്പര്യമില്ലാത്ത ഏതെങ്കിലും നിർദ്ദേശങ്ങളോ നിയമങ്ങളോ ഒക്കെയാണ് ഖുർആനിലും ഹദീസിലൊക്കെ ഉള്ളതെങ്കിൽ അതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതൊന്നും ചെയ്തോളണമെന്നില്ല. അങ്ങനെ ഇഷ്ടമുള്ളത് എടുക്കുക, ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കുക എന്ന രീതിയിൽ ദീനിൽ ഒരു ബൊഫേ സിസ്റ്റം എന്ന് വേണമെങ്കിൽ വേഗം മനസ്സിലാകാൻ വേണ്ടി പറയാം. ആ ഒരു രീതിയിൽ ദീനിനെ കൊണ്ട് നടക്കുന്ന ഒരു സമീപനം പലപ്പോഴും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഇവിടെ നമ്മളൊരു സംഭവം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് 3 കാര്യങ്ങൾ യഹൂദരുടെ മേല് നിർബന്ധമാക്കുകയുണ്ടായി. അഥവാ യൂദന്മാരുടെ മേലിന് 3 കാര്യം നിർബന്ധമാക്കുകയുണ്ടായി. അതിലൊന്നെന്താ വെച്ചാൽ അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം രക്തം ചിന്താൻ പാടില്ല. രണ്ടാമത് അവരോട് പറഞ്ഞത്, പരസ്പരം നിങ്ങൾ വീടുകളിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്താക്കാൻ പാടില്ല. മൂന്നാമത് പറഞ്ഞത്, അവരുടെ യുദ്ധത്തടവുകാരെ കണ്ടെത്തിയാൽ നിങ്ങൾ മോചന ദ്രവ്യം നൽകിക്കൊണ്ട് അവരെന്ത് ചെയ്യണം, മോചിപ്പിക്കുകയും ചെയ്യണം. 3 കാര്യങ്ങളാണ് അവരോട് പറഞ്ഞത്. ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഇതിൽ അവസാനം പറഞ്ഞത് ചെയ്യുകയും ആദ്യത്തെ 2 ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പൊ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, ആദ്യത്തെ 2 പരസ്പരം രക്തം ചിന്തരുത് എന്നത് ചെയ്തു, പരസ്പരം വീടുകളിൽ നിന്ന് പുറത്താക്കരുത് എന്ന് പറഞ്ഞതും അവര് ചെയ്തു. എന്നാൽ അവര് ചെയ്തു എന്ന് പറഞ്ഞാൽ അവര് അതിന് വിരുദ്ധമായി ചെയ്തു. എന്നാൽ അവര് അംഗീകരിച്ച കാര്യം ഏതാ? അവസാനത്തെ കാര്യം, അഥവാ യുദ്ധത്തടവുകാരായിട്ട് വന്ന ആൾക്കാരെ മോചന ദ്രവ്യം കൊടുത്ത് പറഞ്ഞയക്കുക എന്നുള്ള പണി ചെയ്തു. ആ പറഞ്ഞത് അവർ കേട്ടു. ഇവരെ കുറിച്ച് ഖുർആൻ പറയും, നോക്കി നിങ്ങള്, നിങ്ങളുടെ ഉറപ്പ് നാം വാങ്ങിയ ആ സന്ദർഭം. എന്തൊക്കെ ഉറപ്പ്? ലാ തസ്ഫികൂന ദിമാഅക്കും, നിങ്ങൾ പരസ്പരം രക്തം ചിന്തരുത്. വലാ തുഖ്രിജൂന അൻഫുസകും മിൻ ദിയാരിക്കും ثم أقررتم وأنتم تشهدون, നിങ്ങൾ പരസ്പരം നിങ്ങളുടെ വീടുകളിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്യരുത്. ثم أقررتم, നിങ്ങൾ ഈ കാര്യം പറഞ്ഞ 2 കാര്യം നിങ്ങൾ പറഞ്ഞത് സംഭവിച്ചു. وأنتم تشهدون, അതിനെ നിങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. എന്നാൽ ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم
തളാഹറൂന അലൈഹിം ബിൽ വൽ ഉദ്വാൻ. എന്നാൽ അവരാകട്ടെ ഹൗലായി അവരിൽ ചില ആളുകള് തഖ്തുലൂന അൻഫുസകും അവർ പരസ്പരം രക്തം ചിന്തി. പറഞ്ഞത് കേട്ടില്ല. വതുഖ്രിജൂന ഫരീഖൻ മിൻകും മിൻ ദിയാരിഹിം അവരുടെ വീടുകളിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്തു. തളാഹറൂന അലൈഹിം ബിൽ ഇസ്മി വൽ ഉദ്വാൻ അവർ അതിനെ പരസ്പരം ഈ കുറ്റത്തിനും അതിക്രമത്തിനും ഒക്കെ പരസ്പരം പിന്തുണ നൽകിക്കൊണ്ട് തന്നെ അവർ പുറത്താക്കുകയും ചെയ്തു. എന്നാൽ എന്നാൽ അവർ വന്നാലോ അവർ തടവുകാരായി വന്നാലോ തുഫാദൂഹും മോചനദ്രവ്യം കൊടുത്തുകൊണ്ട് ആ പുറത്താക്കൽ അവർക്ക് നിഷിദ്ധമാക്കപ്പെട്ടത് കൊണ്ട് അത് മോചനദ്രവ്യം കൊടുത്തു കണ്ട് അവരെന്ത് ചെയ്യും കൂടും. അപ്പൊ എന്തായി സംഭവം? 3 കാര്യം പറഞ്ഞു. ഇതിൽ അവസാനത്തത് അവർ കേട്ടു. ആദ്യത്തെ 2 അവരെന്ത് ചെയ്തില്ല, കേട്ടില്ല. അവരെ കുറിച്ച് ഖുർആൻ പറയുന്ന അതിന്റെ അടുത്ത ഭാഗം എന്താണെന്ന് അറിയുമോ? ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യം നേരത്തെ ഞാൻ പറഞ്ഞ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ദീനെടുക്കും ഒഴിവാക്കും ചെയ്യുന്ന എല്ലാവരോടുമുള്ള ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം? അഫതഅ്തൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ് അഫതുഅ്മിനൂൻ നിങ്ങൾ വിശ്വസിക്കുകയാണോ ബിബഅദിൽ കിതാബ് ഈ വേദഗ്രന്ഥത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുകയാണോ വതക്ഫുറൂന ബിബഅദ് ചില കാര്യങ്ങൾ നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുകയാണോ എന്നാണ് ആ യഹൂദന്മാരോട് അള്ളാഹുവിന്റെ ചോദ്യം. എന്തിനാണ് ആളുകൾ ഇങ്ങനത്തെ ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നത്? അത് വ്യക്തി ജീവിതത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, പൊതുരംഗത്താകട്ടെ, രാഷ്ട്രീയ മേഖലയിലാകട്ടെ. ഞാനൊരു ശരിക്കുള്ള മുസ്ലിമാണ് എന്നുണ്ട് ഐഡന്റിറ്റി ശരിക്കും ബോധ്യപ്പെട്ടാൽ എനിക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്റെ പൊതു അംഗീകാരം നഷ്ടപ്പെടും. എനിക്ക് ഈ ദുനിയാവിൽ എല്ലാവരും പാടെ ഒരു സ്ഥാനമാനങ്ങളും കാര്യങ്ങളും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. എന്റെ കുടുംബം ഒരു പക്ഷെ തെറ്റും, അല്ലെങ്കിൽ എന്തൊരു പ്രയാസം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുക, പലപ്പോഴും ഒരു ഡബിൾ സ്റ്റാൻഡിലേക്ക് പലപ്പോഴും പോകും. ചിലതൊക്കെ എടുക്കുക, ചിലതൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് പറയാം അതിനൊരു പ്രത്യേക പേര് ഇട്ടിട്ടുണ്ട്, അത് വല്ലാതെ സെലിബ്രേറ്റ് ചെയ്യപ്പെടും ചെയ്യും. അവൻ പ്രാക്ടീസിങ് മുസ്ലിം അല്ല എന്നാണ്, മറ്റേ ആൾ പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിം. അവർ 2 തരം മുസ്ലിങ്ങൾ ഉണ്ടായിപ്പോ ഒപ്പം തന്നെ. എന്ത്? അതായത് നിസ്കാരം, നോൽമ്പ്, പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആൾക്കാർ പ്രാക്ടീസിങ് മുസ്ലിം. അതൊന്നുമില്ലാതെ നടക്കുന്നവൻ മുസ്ലിമാണ്, അംഗീകരിച്ചു കൊടുക്കുക. അവന് പ്രാക്ടീസ് ചെയ്യില്ലാന്നേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല. അവന് സിനിമയിലും ഉപയോഗിക്കും, പുറത്തു വന്ന് പള്ളിക്കും വരും, അല്ലെ അപ്പുറത്ത് പോയി വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യും, പുറത്തു വന്ന് നിങ്ങളുടെ ദീനീയ കാര്യങ്ങളോ ഉണ്ടാവും. എല്ലാത്തിലും ഉണ്ടായി, എല്ലാത്തിലുള്ള ഒരാളായി ഒരു മനഞ്ഞൊരു സ്വഭാവത്തിൽ ഇങ്ങനെ നടക്കുന്ന സ്വഭാവം. ഈ രീതിയിൽ പോകുന്ന ഒരവസ്ഥ. അതെന്തിനാ? ജനങ്ങളുടെ അംഗീകാരം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എന്നാൽ ഈ ആയത്തിന്റെ ബാക്കി നോക്കി നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിട്ട് അള്ളാഹ് പറയണത് ഈ പോക്ക് പോണവർക്ക് എന്താ സംഭവിക്കുക അറിയോ? 3 കാര്യങ്ങളാണ്. ഒന്ന്, ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയ. ഫമാ ജസാഉ അവർക്ക് ഈ പ്രതിഫലമല്ലാതെ ഇല്ല മൻ യഫ്അലു ദാലിക മിൻകും അവരിൽ അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് എപ്രകാരം ഇഷ്ടമുള്ളതിനെ എടുക്കുകയും ഇഷ്ടമില്ലാത്തത് മാറ്റിവെക്കുകയും ചെയ്യുക. അവൻ അംഗീകരിക്കുന്നതും ഒരു ഭാഗം അംഗീകരിക്കുകയും മറ്റൊരു ഭാഗത്ത് തമസ്കരിക്കുകയും ചെയ്യുന്ന രീതിയുണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താണ് ഈ ദുനിയാവിൽ കിട്ടാനുള്ളത്? ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയ. ദുനിയാവിൽ അവർക്ക് ഖിസ്യ അല്ലാതെ കിട്ടുകയില്ല. എന്താ ഖിസ്യ എന്ന് പറഞ്ഞാൽ? അപമാനമല്ലാതെ കിട്ടൂല. നമ്മൾ മാനം കിട്ടുന്ന വിചാരിക്കുന്നത്, പക്ഷെ അപമാനിതരായിട്ട് അവർ ദുനിയാവിൽ പോകുള്ളൂ. ഇതെല്ലാവർക്കും മനസ്സിലാവും. ഈ ഒട്ടകപ്പക്ഷി പോലെയാണ് വരെ സ്വഭാവം. ഒട്ടകപ്പക്ഷിയുടെ സ്വഭാവം എന്താ വെച്ചാൽ, അത് ഒരു പൂഴിയിൽ അതിന്റെ തല താഴ്ത്തി വെച്ചാൽ എന്നെ ആരും പിന്നെ കാണുന്നില്ല എന്നുള്ളതാണ്. പൂച്ച പാല് കുടിക്കുമ്പോൾ പൂച്ച കണ്ണ് ചിമ്മിയാൽ പിന്നെ ആരും അത് കാണുന്നില്ല എന്നുള്ള ധാരണയാണ് പൂച്ചക്ക്. അതേപോലെ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡൊക്കെ എടുത്ത് പോയത് ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷെ മൂത്ത് നോക്കി പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളോട് പോയാൽ പറയാം, ഓന്റെ കോലം ഉണ്ടല്ലോ, 2 സ്റ്റാൻഡാണ് പറയും. ഇത് മനസ്സിലാകാത്തവരും നല്ല മനുഷ്യന്മാർ. ആരാണോ നമ്മളെ ദുരുപയോഗം ചെയ്യുന്നത് അവർക്ക് വേഗം മനസ്സിലാവുക. പിന്നെ ആ പടച്ചോന്റെ കാര്യം പറയുന്നത്. അതുകൊണ്ട് ദുനിയാവത്തിന് അവർക്ക് ഒരു വില ഉണ്ടാവില്ല. അവനെ പറ്റി അന്വേഷിച്ചാൽ തന്നെ പറയുന്നത് അവൻ തോന്നിയിടത്തേക്ക് തോന്നിയ മാതിരിയാണെന്നാ പറയാം. എന്തിനാ സുഹൃത്തുക്കളെ ഈ അപമാനം എടുക്കുന്നത്? അവനവനൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് അവനവന്റെ വ്യക്തിത്വത്തിന് കറ പുരളുന്ന ഒരു സമീപനം ഞാൻ വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഞാൻ എടുക്കില്ല എന്ന നിലപാടെടുക്കുമ്പോ പ്രത്യക്ഷത്തിൽ ചില പരിഹാസങ്ങളേറ്റേക്കാം. പക്ഷെ ആളുകൾ നമ്മുടെ അഭാവത്തിൽ പറയും അവൻ നിൽക്കുന്നിടത്തുന്ന ആളാണ്, അവന് വ്യക്തിത്വമുണ്ടെന്ന് പറയും. ആ രീതിയിലായിരിക്കണം ഒരു വിശ്വാസി മുന്നോട്ട് പോകേണ്ടത്. അതാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം.
അതാണ് മൂസാ നബിയുടെ ചരിത്രം, അതാണ് സകല പ്രവാചകന്മാരുടെയും ചരിത്രം, അതാണ് സകല സ്വഹാബിമാരുടെയും ചരിത്രം, അതാണ് മുഹാജിറുകളുടെ ചരിത്രം, അതാണ് അൻസാറുകളുടെ ചരിത്രം, അതാണ് ഇസ്ലാമിന്റെ രാജപാത എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി ഖിയാമത്ത് നാളിലാണെങ്കിലോ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്. ദാ പെട്ടെന്ന് ഇങ്ങനെ അറ്റാക്ക് ഉണ്ടായിങ്ങാണ്ട് പള്ളിക്കപ്പുറത്തിൽ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ പരലോകത്ത് എഴുതിയിട്ട് വരെ എങ്ങനെ അറിയോ? ആ ഏറ്റവും വേദനാജനകമായ ശിക്ഷയിലേക്കാണ് അവർ പരലോകത്ത് എത്തിപ്പെടുക. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ആ ഏത് CCTV-യിൽ വിവരമില്ലെങ്കിലും, ഏത് കോടതി നമ്മെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും ഒരശ്രദ്ധി അള്ളാഹ്ക്ക് ഉണ്ടാവില്ല. ഇതൊക്കെ അള്ളാഹ് എന്ത് ചെയ്യും? അള്ളാന്റെ രേഖയിൽ പിടിച്ചിട്ടുണ്ടാവും. സുഹൃത്തുക്കളെ, നമ്മൾ എത്രയും പെട്ടെന്ന് പരലോകത്തേക്കാണ്. ഇവിടെ ഒരു ഉറപ്പില്ല. ഉറപ്പുള്ളത് എത്രയും പെട്ടെന്ന് പോകുന്നുള്ളതാണ്. മറ്റേതൊക്കെ ബോണസാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അള്ളാനെ മറന്നുകൊണ്ടിരിക്കും നമ്മൾ ജീവിക്കുക. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീകളിലും മുഅ്മിനീകളിലും അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനനായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഈമാൻ ചോർത്തിക്കളയാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ശൈത്താൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകും. അവൻ നിങ്ങൾക്ക് ശത്രുവാണ്, അതുകൊണ്ട് ശത്രുവായി തന്നെ നിങ്ങൾ അവൻ എന്ത് ചെയ്യണം? പരിഗണിക്കണം എന്നാണ്. അപ്പൊ ആ പിശാച് ഓരോ കാലത്തും വൈദ്യുതി ചെയ്യുന്നതിനും ശൈത്താനാണ്. നിങ്ങൾ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമുണ്ടോ അതൊക്കെ നല്ലതാണെന്നുള്ള ന്യായം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരും. അങ്ങനെയാണ് ശൈത്താൻ എന്ത് ചെയ്യാം? നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകുക. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും പ്രത്യേകമായ അജണ്ടകൾ അവന്റെ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ആളുകളെ ഉണ്ടാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട. അതിന്റെ കോടാലിപ്പിടികളായി ഒരിക്കലും തന്നെ നമ്മളാരും മാറരുത്. അതായത് ഇസ്ലാമിന്റെ പുറത്തു നിന്ന് ഒരു ഇസ്ലാം അല്ലാത്ത ഒരു പേരുകാരൻ അവന്റെ പേര് വെച്ച് അവന്റെ ഐഡിയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചാൽ ആ വിമർശനത്തിന് ഇസ്ലാമിന്റെ ഉള്ളിലൊരു സ്വാധീനം കിട്ടില്ല. പിന്നെ ഏത് വിമർശനത്തിന് ആ സ്വാധീനം കിട്ടുക? ആ പറയുന്ന വ്യക്തി ഒരു മുസ്ലിം പേരുള്ള വ്യക്തിയാണെങ്കിൽ, അയാൾക്ക് കുറച്ച് അറബി കൂടി സംസാരിക്കാൻ കഴിയുമെങ്കിൽ, അയാൾക്ക് കുറച്ചുകൂടി ആയത്ത് കൂടി ഓതാൻ കഴിയുമെങ്കിൽ, അയാൾക്ക് കാണാതെ കുറച്ച് ഇബാറത്തുകൾ കൂടി പറയാൻ കഴിയുമെങ്കിൽ, എന്നിട്ട് അയാൾ ഇസ്ലാമിനെതിര് പറയുമ്പോ ഇതിലെന്തോ ഒരു കാര്യമുണ്ടല്ലോ, കാരണം അവരെ കൂട്ടത്തിൽപ്പെട്ട ആളെന്നാണല്ലോ പോയി തെറ്റാന്ന് പറയുന്നത് എന്നുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് ഇസ്ലാമിന്റെ ചരിത്രം തന്നെ അങ്ങനെയാണ് ഷിയാക്കൾ ഉണ്ടായത്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഷിയാക്കൾ ഉണ്ടായത് അങ്ങനെയാണ്. ഇസ്ലാമിന്റെ ഒരു ആവഭാവങ്ങൾ സ്വീകരിക്കുകയും എന്നാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ എതിര് നിൽക്കുകയും ചെയ്തവരാണ്. അങ്ങനെ ഷിയാ സുന്നി എന്നുള്ള വേർതിരിവ് തന്നെ ലോകത്തുണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളക്കരയിൽ ഇന്നിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിനെ വിമർശിക്കാൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആളുകൾ അങ്ങനെ കൊണ്ടുപോവുക, എന്നിട്ട് അവർക്ക് ഒരു പ്രത്യേക പേരിട്ട് കൊടുക്കുക. ആ പേരാണ് എക്സ് മുസ്ലിം എന്നാ പറയുന്നത്. അതായത് ഇസ്ലാം വിട്ടിട്ടുണ്ട്, എന്താ വിട്ടുങ്ങാണ്ടാണ് എവിടേക്കെ കൂടിച്ച് അവിടെ കൂട്ടി പറഞ്ഞാൽ മതി, അത് പറയില്ല. അവരെവിടേക്കെ കൂടിച്ച് അത് പറയില്ല. പക്ഷെ ഇവിടുന്ന് വിട്ടവ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. എന്നിട്ട് മുസ്ലിം പേരിനെ അവര് മുസ്ലിങ്ങളായിട്ട് തന്നെ സംസാരിക്കുക. പറയുന്നത് മുഴുവൻ എന്താ? സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം വിമർശനമാണ് പലപ്പോഴും ഒരു പറഞ്ഞത്. ഇതാണ് ശരിക്കും കോടാലിപ്പിടി എന്ന് പറയുന്നത്. ഒരു മരം മുറിക്കുമ്പോൾ ആ മരത്തെ വെട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന കോടാലിയുടെ പിടി ആ മരത്തിൽ നിന്നുള്ള ഒരു കൊമ്പാണ്. ആ മരത്തിൽ നിന്നുള്ള ഒരു കൊമ്പ് ഉപയോഗിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് അതിന് താഴിട്ടുകൊണ്ട് നമ്മൾ അതിനെ വെട്ടിക്കൊല്ലുന്നത്. അതേപോലെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അതിനെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ കോടാലിപ്പിടികളെ കടമെടുത്തുകൊണ്ടാണ് ഇന്ന് ഇസ്ലാം വിമർശകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും തന്നെ നമ്മളോ നമ്മുടെ മക്കളോ അത്തരം ഒരു കോടാലിപ്പിടികളായി മാറാതിരിക്കാനുള്ള ജാഗ്രത നമുക്ക് വേണം. കാരണം ഇന്ന് അതിന്റെ അജണ്ട എവിടേക്കാണ് നീങ്ങുന്നതെന്ന് ചോദിച്ചാൽ, അത്തരം ആളുകളെ മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരും. അതൊരു കുടുംബത്തിൽ അങ്ങനെ കുട്ടി ഉണ്ടായാൽ മതി, ഒരൊറ്റ മകൻ ഉണ്ടായാൽ മതി, ഒരു മകൾ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഒരാളുണ്ടായാൽ മതി.
ആ കുടുംബത്തിന്റെ സ്വൈരം നഷ്ടപ്പെട്ടു. ഒരു ലിബറൽ, ഒരു എക്സ് മുസ്ലിം ഒരു വീട്ടിലുണ്ടായാൽ, ഒരു തറവാട്ടിലുണ്ടായാൽ, ഒരു കുടുംബത്തിലുണ്ടായാൽ ആ വീടിന്റെ സമാധാനം നഷ്ടമാവും. സംശയിക്കൊന്നും വേണ്ട. അത്തരം ആളുകൾ ഇന്ന് അവരെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ക്രമേണ എന്ത് ചെയ്യും? മതസ്ഥാപനങ്ങൾ, പള്ളികൾ, മദ്രസകൾ, കോളേജുകൾ, അതേപോലെ തന്നെ സമൂഹവുമായി ബന്ധപ്പെട്ട മറ്റു പ്ലാറ്റ്ഫോമുകൾ, ഇതിലൊക്കെ മുസ്ലിമീങ്ങളായിട്ട് തന്നെ അവർ കയറിക്കൂടുകയും ചെയ്യും. ഇതിൽ ഇസ്ലാമിന്റെ സംരക്ഷകരാണെന്ന് ചമഞ്ഞുകൊണ്ട് ഇസ്ലാം വിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന ഒരു സ്വഭാവം ഇത് സിയോണിസ്റ്റുകൾ തുടങ്ങി വെച്ച ഒരു രീതിയാണ്. ആ രീതിയുടെ പുതിയ പകർപ്പുകളാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ കൃത്യമായ ഇസ്ലാമിക കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ പോകണം. ഇന്ന് രണ്ടു തരം വായനകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന് പരന്ന വായന എന്ന് പറഞ്ഞാൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ വരുന്ന വായന. വാട്സപ്പിൽ നിന്ന് എല്ലാവരും വായിക്കുന്നുണ്ട്, പ്രായമുള്ള ആൾക്കാരടക്കം വായിക്കുന്നുണ്ട്. കാരണം ഓരോ കുറിപ്പ് ഇങ്ങനെ വരും, കമന്റുകൾ വരും, അതെല്ലാവരും വായിച്ചു തള്ളും. ആരെ എഴുതിയത്, അഡ്രസ് ഉണ്ടോ, അത് ആധികാരികത ഉള്ളതാണോ, ആ കണക്ക് ഉള്ളതാണോ, ഒന്നും അറിയില്ല. അങ്ങനെയുള്ള നല്ല വായന വായിക്കുന്നുണ്ട്. എന്നാൽ ഒരു ആഴമുള്ള വായനക്ക് എത്ര ആളുകൾ തയ്യാറാകുന്നുണ്ട്? ശരിക്കും ആ കാര്യം മനസ്സിലാക്കി അതിന്റെ സ്രോതസ്സിലേക്ക് പോയി പഠിച്ച് മനസ്സിലാക്കാൻ. അങ്ങനത്തെ ഒരു പുസ്തകം കൊടുത്താലും എനിക്ക് നേരമില്ലാന്ന് പറയും, എനിക്ക് പൈസ ഇല്ലാന്ന് പറയും. മറ്റേ നെറ്റ് ചാർജ് ചെയ്യാൻ ഇഷ്ടംപോലെ കാശുണ്ടാവും. പക്ഷെ ശരിക്കുള്ള ഇസ്ലാമികമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമോ ഒരു പ്രസിദ്ധീകരണമോ കൊടുത്താൽ എനിക്ക് സമയമില്ല, എനിക്ക് കാശില്ല, എനിക്ക് നേരമില്ല, വീട്ടിലാരാ വായിക്കാൻ, ഇങ്ങനെയൊക്കെ ചോദിച്ചിടത്തോളം അതേ ആളെന്നെ 3-4 മണിക്കൂർ ഒരു ദിവസം ഫോണിൽ വരുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വായിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ പ്രയോറിറ്റി മാറി. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയോ? ഇത്തരം ആളുകൾ ഉണ്ടാക്കി വിടുന്ന ചപ്പ് ചവറുകളാണ് ഈ വാട്സപ്പുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വായിച്ച് അത് കേട്ട് അത്തരം യൂട്യൂബിലുള്ള ചാനലുകൾ കേട്ട് മൈൻഡ് ആ രീതിയിലേക്ക് നമ്മുടേത് വർദ്ധിക്കും. അങ്ങനെയാണ് ആളുകൾ എക്സ് മുസ്ലിമും മറ്റു സാധനങ്ങളുമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് സംഗതികൾ അതൊട്ട് നമുക്ക് കാണാനും വായിക്കാനും കേൾക്കാനും പഠിക്കാനും സമയമുണ്ട്. അത് മാറ്റിയേ പറ്റി സുഹൃത്തുക്കൾ. ഇല്ലെങ്കിൽ നമ്മൾ വിരല് കടിക്കുന്നു. നമ്മൾ വായിക്കണം, നമ്മളെ മക്കൾ വായിക്കണം, നമ്മളെ വീട്ടിൽ വായിക്കണം, അതൊക്കെ പഠിക്കുമാണ്. അങ്ങനെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും കേൾക്കണം. എന്നിട്ട് നമ്മൾ മറ്റേത് കേൾക്കുമ്പോൾ നമുക്ക് അതിന് മറുപടി മനസ്സിലാക്കാം. അല്ലെങ്കിൽ അത്തരം ചപ്പ് ചവറുകളിൽ നമ്മൾ പെട്ടുപോകും. ഖിയാമത്ത് നാളിന്റെ പ്രത്യേകത തന്നെ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ അറിയോ? മിൻ അശ്റാത്തി സ്സാഅ, അന്ത്യദിനത്തിന്റെ പ്രത്യേകത, അതിന്റെ അടയാളം എന്ന് പറയുന്നത് അറിവ് ഉയർത്തപ്പെടും. ശരിയായ അറിവ് സമൂഹത്തിൽ നിന്ന് പോയി പോകും. ആ ഭാഗത്ത് അവിടെ ജഹില്, അറിവില്ലായ്മ, അജ്ഞത അവിടെ സ്ഥാനം പിടിക്കുകയും ചെയ്യും. പിന്നെ ഈ അജ്ഞതയുള്ള ആളുകളായിരിക്കും ഇവരെ ഫത്വ പറയാൻ. പിന്നെ അവരായിരിക്കും സമൂഹത്തെ നയിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? വയുഷറബൽ ഹംറു, അതുപോലെ മദ്യം കുടിക്കുന്ന അവസ്ഥ വരും. വയദ്ഹറസിന, നർത്തകികളും വീണവാദ്യങ്ങളും അതുപോലെയുള്ള ഡാൻസുകളും പരിപാടികളൊക്കെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഖിയാമത്ത് നാളാവുമ്പോൾ അടയാളങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആരോട് കൂട്ടുകൂടുന്നു, നമ്മൾ എന്ത് വായിക്കുന്നു, നമ്മൾ എന്ത് കേൾക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് ഈ കാലഘട്ടത്തിൽ. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ നല്ലവന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉദാഹരണം ഏതുപോലെയാണ്? ഒരു അത്തറ് കച്ചവടക്കാരന്റെ പോലെ, അവന്റെ കൂടെ നടക്കുന്ന പോലെയും അല്ലെങ്കിൽ ഒരു ഉലയിൽ ഊതുന്നവനെ പോലെയുമാകുന്നു. എത്ര മനോഹരമാണ് ആ ഉദാഹരണം. നോക്കിങ്ങൾ, നമ്മളിപ്പോ ഒരു അത്തറ് കടയിൽ കയറിയിട്ട് അത്രയൊന്നും വാങ്ങിയില്ലെന്ന് വിചാരിക്കും. ഉച്ച സമയം അവിടെ നിന്ന് ചെലവഴിച്ച് ഇറങ്ങിപ്പോന്നാൽ നമ്മൾ ആ സ്മെല്ലുണ്ടാവും. അതേപോലെ തന്നെ ഒരു ആലയിൽ പോയിട്ട് നമ്മൾ അവിടെ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് എഴുന്നേറ്റ് പോരുമ്പോൾ ഒരു കരിയോ പൊടിയോ അല്ലെങ്കിൽ അവിടുന്ന് ആ തീപ്പൊരി വന്നിട്ട് ഷട്ടിൽ എവിടെയെങ്കിലും ഓട്ടായിട്ടുണ്ടോ? ഇതേപോലെയാണ് നല്ല മനുഷ്യപ്പാനൊപ്പം നടന്നാൽ ആ നല്ലത് നമ്മുടെ ജീവിതത്തിൽ കിട്ടും. അല്ലാത്ത ആളുകളോടൊപ്പം നടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര വിശുദ്ധനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവന്റെ എന്തെങ്കിലും സ്വഭാവം നമ്മളിൽ, അവനൊരു മദ്യപാനം ഉണ്ടോ അത് ഏതെങ്കിലും അളവിൽ നമ്മളിലേക്ക് വരും. ഓം സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും സമയത്ത് അവന്റെ കൂടെ കുടിക്കേണ്ടി വരും. ഏതെങ്കിലും അവൻ സാധാരണ വാങ്ങിക്കുന്ന ചുയിങ്കം നമ്മൾ കഴിക്കേണ്ടി വരും. അതേപോലെ തന്നെ അവൻ ചെയ്യുന്ന ഏതെങ്കിലും വൃത്തികേട് കാണേണ്ടി വരും. അതുപോലെ അവന്റെ ഫോണിൽ നിന്ന് വരുന്ന ഷെയറുകൾ നമ്മളിലേക്ക് വരും. അവൻ കാണുന്ന വീഡിയോസ് നമ്മളിലേക്ക് വരും. അവൻ കാണുന്ന ലിങ്കുകൾ നമ്മളിലേക്ക് ഇട്ട് തരും. അപ്പൊ ആ റൂട്ടിലൂടെ നമ്മൾ അറിയാതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. സോ അത് യാതൊരു സംശയത്തിനും ഇടയില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കാണുന്നു, എന്ത് വായിക്കുന്നു, എന്തറിയുന്നു, ആരോടൊപ്പം കൂട്ടുകൂടുന്നു എന്നത് ഈ കാലഘട്ടത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും എതിരെ വരുന്ന കുറേ ഭീഷണികൾ, ഇന്ന് പൊളിറ്റിക്കൽ തീരുമാനങ്ങളാണ് പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ഒരു പള്ളിയിൽ വെച്ച്
ഇത് പൗരത്വ നിഷേധമാണ് എന്ന് പറഞ്ഞപ്പോ അവിടെ തന്നെ പെട്ട ഒരാൾ പറയുന്നത് ഇത് പൗരത്വ നിഷേധം നല്ലതാണോ, നന്മക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അത് പറയാനുള്ള ഒരു മുസ്ലിം നാവ് അവിടെ ഉണ്ടായില്ല. വഖഫ് ഭേദഗതി ഇപ്പോൾ അവിടെ ഉണ്ട്. ഉമീദ് പോർട്ടലുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആശങ്കകൾ നിലവിലുണ്ട്. ആ പോർട്ടലിനെ കുറിച്ച് ന്യായീകരിച്ച് സംസാരിക്കുന്ന അത്ര മുസ്ലിമുകളെ കാണാൻ പറ്റും. എന്താ കുഴപ്പം, എന്താ വിഷയം, എന്താ പ്രശ്നം, അവർ നല്ല കാര്യത്തിനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചോദിക്കുന്ന ആളുകൾ. അതുപോലെ സംവരണം, ഇനി എന്തിനാ സംവരണം എന്ന് ചോദിക്കുന്ന മുസ്ലിം നാവുകളെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇസ്ലാം തീവ്രവാദമാണ് എന്ന് അപ്പുറത്തുനിന്ന് പറയുമ്പോൾ ഇപ്പുറത്തുള്ളുന്നു അങ്ങോട്ട് ആ തീവ്രവാദം തന്നെയാണ്. ഇനി ഏതാ നല്ല ഇസ്ലാം, സൂഫിയുടെ ഇസ്ലാം മാത്രമാണ് എന്ന രീതിയിലേക്ക് ആക്കിയടിച്ചു കൊടുക്കാനാണ്. അത് അധിക ദൂരൊന്നും പോകണ്ട. അപ്പൊ ഈ അമ്പങ്കുന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പത്രസമ്മേളനം നടത്തി, ഇപ്പോൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. അമ്പങ്കുന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട്, സൂഫികളുടെ കമ്മിറ്റി. അവരെന്താ പറയുന്നത്, അവരെന്താണോ ഇവിടെ ഈ ഫാസിസ്റ്റ് സംവിധാനങ്ങൾ, വലതുപക്ഷ തീവ്രവാദത്തിന്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ തന്നെ പറയാൻ മാത്രമല്ല അതിന്റെ പ്രചാരങ്ങളാണ് ഞങ്ങൾ. അടുത്ത ആടിയും തോപ്പറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലേക്ക് പെട്ടെന്നൊന്നല്ല മനുഷ്യന്മാർ പോവുക, മെല്ലെ മെല്ലെ നമ്മൾ അറിയാതെ പോവുക ഈ മതനിഷേധത്തിലേക്കും മതലയനത്തിലേക്കും മതരാഹിത്യത്തിലേക്കും. നമ്മൾ ആദ്യം അത്തരം ആൾക്കാരെ കൂടെ നടക്കും, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ നോക്കും, ഞാൻ അതിന്റെ കൂടെയാണെന്ന് പറയും. പിന്നെ അറിയാതെ നമ്മൾ ഇതിനും വിട്ടു പോകുന്ന അവസ്ഥയായിരിക്കും. അതുകൊണ്ട് നല്ല ജാഗ്രത ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ വായിക്കണം, പഠിക്കണം. അതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ പറയുന്നു, നമ്മുടെ നേർപ്പതം എന്ന് പറയുന്ന വാരിക, അത് വായിക്കേണ്ടി വാങ്ങേണ്ടി സമയമാണ്. ഏതെങ്കിലും വീട്ടിലില്ലാത്തവരുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തി അത് ചേർത്ത് അത് വായിക്കുന്നവരായി നമ്മളും നമ്മുടെ ഭാര്യയും മക്കളും കുട്ടികളും മാറും. അങ്ങനെ ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നഷ്ടം ഒരിക്കലും മറ്റുള്ളവർക്കല്ല, സ്വന്തം കുടുംബത്തിനായിരിക്കും, സ്വന്തം മക്കളുടെ കാര്യത്തിലായിരിക്കും. അത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.